പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആത്മീയ അടിത്തറയിൽ കെട്ടിപ്പടുത്ത ഒരു ജീവിതത്തിൻ്റെ മനോഭാവം എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ദൈവം ഈ നിമിഷം എന്നെ അനുഗ്രഹിക്കുന്നു എന്നായിരിക്കും. ഇത് സത്യമാകുന്നു. നിങ്ങളറിയുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടെ. കുറച്ചു കാലം മുമ്പ് ഞാൻ ഞങ്ങളുടെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ അംഗങ്ങളിൽ ഒരാൾ എന്നെ തടഞ്ഞു നിർത്തി ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾക്കറിയാമോ, ദൈവം ഇന്ന് എന്നെ ശരിക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്. അയാളിന്ന് പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് അയാളുടെ മോട്ടോർ സൈക്കിൾ പഞ്ചറായി എന്നതായിരുന്നു. കൊള്ളാം, അതൊരനുഗ്രഹം പോലെ എനിക്ക് തോന്നിയില്ല. പിന്നീട് അയാൾ കാര്യങ്ങൾ വിശദീകരിച്ചു. വണ്ടി റോഡിൻ്റെ ഓരത്തേക്ക് തള്ളിമാറ്റി നിർത്തിയ സമയത്ത് വേറെയൊരു യാത്രികൻ തൻ്റെ വണ്ടി നിർത്തി സഹായവുമായെത്തി. അയാളും സഹായിക്കാനെത്തിയ വ്യക്തിയും തമ്മിൽ വലിയ സുഹൃത്തുക്കളായി. വണ്ടി പഞ്ചറായതു മൂലമുണ്ടായ അസൗകര്യം നീണ്ടു നിൽക്കുന്ന ആ സുഹൃത്ബന്ധവുമായി താരതമ്യം ചെയ്തപ്പോൾ വളരെ ചെറുതാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. വിഷമമാർന്ന സന്ദർഭങ്ങളിൽ സഹായിക്കാനുള്ള മനസ്സും സന്നദ്ധതയുമുള്ള ആളുകൾ തയ്യാറായി നിൽപ്പുണ്ടെന്ന ചിന്ത അയാൾക്ക് ഉന്മേഷമേകി. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഉടനടി സുഖകരമായത് ആയിരിക്കില്ല അത്. പക്ഷേ മനസ്സിലാക്കുക, ദൈവം നിങ്ങളെ ഇപ്പോൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം നിങ്ങൾക്ക് വന്ന അസുഖത്തിന് കാരണം ദൈവമാണെന്നാണോ? നിങ്ങളുടെ വിവാഹബന്ധം തകർന്നതും ജോലി പോയതും ദൈവം മൂലമാണോ? അല്ല, ഒരിക്കലുമല്ല. അതിനർത്ഥം നിങ്ങൾ ഏതൊരു വിഷമഘട്ടത്തിലകപ്പെട്ടാലും ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കാനാകില്ല എന്നല്ല. നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കരസ്പർശമുണ്ടോ എന്ന് നോക്കിയാൽ കാണാനാകും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ. ഓർക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായാണ് അവസാനിക്കുക. അതിനർത്ഥം നിങ്ങളെ ഏറ്റവും തളർത്തുന്ന സാഹചര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്ന രീതിയിൽ മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. ടയർ പഞ്ചറാകുന്ന ചെറിയ കാര്യം മുതൽ ജോലി പോകുന്ന വലിയ കാര്യം വരെ. ആത്മീയ ഉണർവ് തുടങ്ങുന്നത് ദൈവമാണ് നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നതെന്ന ബോധ്യത്തിൻ്റെ അടിത്തറയിലാണ്. ആ ബോധ്യം മുന്നോട്ടു പോകുന്നത് ദൈവം നിങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നുവെന്ന അറിവുണ്ടാകുമ്പോഴാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാവിയിലെ ലക്ഷ്യങ്ങളെയും മറ്റും സംബന്ധിച്ച് നോക്കുമ്പോൾ അത് യാഥാർത്ഥ്യമായതും നിലനിൽക്കുന്നതുമാണെന്ന് കാണുവാൻ സാധിക്കും. നമ്മുടെ ജന്മവാസനകളുടെയും ആവശ്യങ്ങളുടെയും തടവുകാരനായി അധികനാൾ നമുക്ക് കഴിയേണ്ടി വരില്ല. പക്ഷേ ദൈവം നമ്മെ നിയന്ത്രിക്കണമെന്ന് മാത്രം. നമ്മിൽ പലർക്കും വെടിപൊട്ടുന്നത് പോലെയോ ഇടിമിന്നുന്നത് പോലെയോ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല ഈ ഉണർവ്. മറിച്ച് സാവധാനം, സമയമെടുത്ത് സംഭവിക്കുന്നതാണ്. എന്നിട്ടൊരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് നമുക്കുണ്ടായിരുന്നതിലും വ്യത്യസ്തമായ ഒരു മനോഭാവത്തെയാണ്. കാര്യങ്ങൾ നാം വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങുന്നു. നമുക്ക് ചുറ്റും കെട്ടിയുയർത്തിയ മതിലുകൾ തകരാൻ തുടങ്ങുന്നു. നമുക്ക് ചുറ്റുമുള്ളവർക്ക് സ്നേഹവായ്പേകാൻ നമുക്കാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന പല വഴികളിൽ ചിലത് ഇതാണ്. സത്യസന്ധമായി നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് നന്നായി തിരിഞ്ഞു നോക്കൂ. അദ്ദേഹം നിങ്ങളെ അനുഗ്രഹിക്കുന്ന പല മേഖലകളും നിങ്ങൾക്ക് കാണുവാനാകും. വിഷമം നിറഞ്ഞ നിങ്ങളുടെ ഭൂതകാലം പോലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതെങ്ങനെയെന്നല്ലേ? നിങ്ങൾക്ക് ഭൂതകാലത്തിൽ സംഭവിച്ചതെല്ലാം, അതെന്തു തന്നെയായാലും, നിങ്ങളിപ്പോൾ എവിടെയാണോ അവിടെ എത്താൻ കാരണമായത് അതാണ്. നിങ്ങളുടെ ഭൂതകാലത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. തീർത്തും ദിശയില്ലാത്ത
അടിത്തറയില്ലാത്ത ഒരു ജീവിതം ചിലപ്പോൾ നിങ്ങൾ കണ്ടേക്കാം. പക്ഷേ ആ ദുർഘട സമയങ്ങളല്ലേ നിങ്ങളെ ഇപ്പോൾ ദൈവത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ കാണാം, മോശം സമയങ്ങൾ പോലും എങ്ങനെയാണ് നിങ്ങളുടെ നന്മയ്ക്കു കാരണമായി മാറുന്നതെന്ന്. ഇതൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ കുട്ടികളുടെ ചില കാര്യങ്ങൾ പറയാം. മകൾ കിൻഡർ ഗാർഡനിൽ പഠിക്കുമ്പോഴാണ്. അതിനർത്ഥം അവൾ അക്ഷരങ്ങളും വാചകങ്ങളും എഴുതുവാൻ പഠിക്കാൻ തുടങ്ങി എന്നർത്ഥം. ഇതവളുടെ മുമ്പിൽ വലിയൊരു ലോകം തന്നെ തുറന്നു. പുതിയ വാക്കുകൾ എഴുതുന്നത് അവൾക്കൊരു ഹരമായി മാറി. ഒരു പടത്തിന് ചായം പൂശിയതിന് ശേഷം അതിനു താഴെ ആ നിറത്തിൻ്റെ പേര് അവൾ എഴുതും. അതിനായി അവൾ ചോദിക്കും, പപ്പ, ബ്ലാക്ക് എന്ന് എങ്ങനെ എഴുതും? മമ്മി, റെഡ് എന്ന് എങ്ങനെ എഴുതും? എഴുതിയതിന് ശേഷം അവൾ ഞങ്ങളെ അത് കാണിക്കും. നോക്കൂ മമ്മി, ഇതാണ് റെഡ്. അതങ്ങനെ തുടരും. അവളുടെ അനിയൻ ലോകത്തിലെ മറ്റു ചെറിയ സഹോദരങ്ങളെപ്പോലെ അവളെ നോക്കിക്കാണും. അവനും അവൻ്റെ ചേച്ചി ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം. അവനും ശ്രമിക്കും. പപ്പ, ബ്ലാക്ക് എന്ന് എങ്ങനെ എഴുതും? ബി എന്നാദ്യം എഴുതുക. അപ്പോഴവൻ ചോദിക്കും, എന്താണ് ബി? കാരണം അവൻ ഇതുവരെ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. അക്ഷരങ്ങൾ എന്താണെന്ന് പോലും അവനറിയില്ല. എനിക്ക് വേണമെങ്കിൽ ദിവസം മുഴുവനും അവിടെ നിന്ന് അവന് സ്പെല്ലിംഗ് പറഞ്ഞു കൊടുക്കാം. പക്ഷേ അതുകൊണ്ട് അവന് ചെറിയൊരു ഉപകാരം പോലും ഉണ്ടാവില്ല. എയും ബിയും സിയും മറ്റക്ഷരങ്ങളും പഠിക്കാതെ എത്ര ശ്രമിച്ചാലും അവന് ഒരു വാക്കും എഴുതാനാകില്ല. ഇതേപോലെ നമ്മൾ നമ്മുടെ ജീവിതം ഭൂതകാലത്തിൽ നിന്ന് വേർപെടുത്തി ജീവിച്ചാൽ അത് റെഡ് എങ്ങനെയാണ് എഴുതുക എന്ന് ചോദിക്കുന്നത് പോലെയായിരിക്കും. ദൈവം നമ്മോട് അതങ്ങനെയാണെന്ന് പറയും. പക്ഷേ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകില്ല. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ നമ്മുടെ ഭൂതകാലാനുഭവങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരു വഴിക്ക് ഗുണകരമായി ഭവിച്ചില്ലെങ്കിലും മറുവഴിക്ക് അവ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് എന്തെങ്കിലും കുറഞ്ഞ പക്ഷം പഠിപ്പിച്ചിരിക്കും. നിങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടായ എല്ലാ ദുരനുഭവങ്ങളും നിങ്ങൾക്ക് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ നേരിടേണ്ടി വന്ന നിരാശകളും തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളെ ഇന്നത്തെ നിങ്ങളാക്കി മാറ്റിയതും നിങ്ങളിന്ന് എവിടെയാണോ അവിടെ കൊണ്ടെത്തിച്ചതും. ഇത് നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എവിടെയാണെന്നും മറ്റുള്ളവരെ അറിയിക്കാനുള്ള അവകാശം തരുന്നു. ഇത്തരം അറിയിക്കലിലൂടെ നിങ്ങളുടെ ജീവിതം എങ്ങനെ പുരോഗമിച്ചു എന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരുമായി പങ്കിടാൻ കഴിയും. നിങ്ങൾ ചെയ്തതുപോലെ ആത്മീയ ഉണർവിലേക്കുള്ള യാത്രയിലേക്ക് അവരെയും ക്ഷണിക്കാൻ കഴിയും. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.